ശ്രീ ഭഗവാന്റെ വിശ്വരൂപം ദർശിച്ച അർജുനൻ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പ്രകാശസ്വരൂപനായ പരമ്പൊരുളെ, അവിടുത്തെ ശരീരത്തിൽ എല്ലാ ദേവന്മാരെയും ജീവികളെയും മഹർഷിമാരെയും സർപ്പങ്ങളെയും താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാവിനെയും കാണുന്നു. അവിടുത്തെ ആദിയും മധ്യവും അന്ത്യവും ഞാൻ കാണുന്നില്ല. പ്രപഞ്ചങ്ങളെ എല്ലാം ചേർത്ത് സർഗക്രമത്തിൻ്റെ ലയതാളത്തിൽ കലാതത്വങ്ങൾ കൊണ്ട് വിളക്കി മിനുക്കി ഒറ്റ ശരീരമായി അവതാരമാർന്ന് ശോഭിക്കുന്ന അങ്ങ് കിരീടമണിഞ്ഞും ഗദയെത്തിയും ചക്രം ധരിച്ചും എൻ്റെ മുൻപിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങ് തേജസ്സിൻ്റെ ഇരിപ്പിടമാണ്. തിളക്കത്താൽ കണ്ണുകളെ ഇരുട്ടാക്കുന്നു. എവിടെ നോക്കിയാലും അങ്ങയുടെ ഈ രൂപം തന്നെ ഞാൻ കാണുന്നു. എല്ലാവരും അറിയേണ്ട പരമമായ ബ്രഹ്മമാണ് അങ്ങ്. വിശ്വത്തിൻ്റെ ആശ്രയസ്ഥാനവും അങ്ങ് തന്നെ. ഒരിക്കലും നശിക്കാതെ നിന്നുകൊണ്ട് അങ്ങ് ധർമ്മം രക്ഷിക്കുന്നു. അങ്ങയുടെ ചൈതന്യം സനാതനമാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയ്ക്ക് അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു. സർവ്വദിക്കുകളിലും അങ്ങ് വ്യാപിച്ചിരിക്കുന്നു. അത്ഭുതവും ഭയവും ജനിപ്പിക്കുന്ന അങ്ങയുടെ രൂപം കണ്ടിട്ട് 3 ലോകവും പേടിച്ചു വിറയ്ക്കുന്നു. ദേവന്മാർ അങ്ങയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. ചിലർ പേടിച്ചരണ്ട് കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുന്നു. മഹർഷണന്മാരും സിദ്ധന്മാരും സ്വസ്തി ചൊല്ലി അവിടുത്തെ സ്തുതിക്കുന്നു. പ്രളയാഗ്നി പോലെ ജ്വലിക്കുന്ന അങ്ങയുടെ മുഖങ്ങളും അവയിലെ ഭയങ്കരമായ ദംഷ്ട്രകളും കണ്ട് ഞാൻ ഭീതിതനായിരിക്കുന്നു. അങ്ങ് എന്നിൽ പ്രസാദിച്ചാലും ധൃതരാഷ്ട്രന്റെ പുത്രന്മാരും അവനെ സഹായിക്കുന്ന രാജാക്കന്മാരും ഭീഷ്മരും ദ്രോണരും കർണനും നമ്മുടെ യോദ്ധാക്കളും അങ്ങയുടെ തുറന്ന വായുകളിലേക്ക് വെമ്പലോടെ കടന്നുകൊണ്ടിരിക്കുന്നു. ചിലരുടെ തലകൾ അങ്ങയുടെ പല്ലുകളിൽ ഇടിച്ച് ഉടഞ്ഞു തകർന്ന് അവയ്ക്കിടയിൽ അവർ കുരുങ്ങിക്കിടക്കുന്നു. സമുദ്രത്തിലേക്ക് പായുന്ന നദികൾ പോലെ മനുഷ്യരെല്ലാം അങ്ങയുടെ വായുകളിലേക്ക് പാഞ്ഞു പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. ചാവടുത്ത ഈയാമ്പാറ്റകൾ എരിയുന്ന തീയിലേക്ക് എന്ന പോലെ ജനങ്ങൾ അങ്ങയുടെ വായുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങ് സകല ലോകങ്ങളെയും വിഴുങ്ങുന്നു. അങ്ങയുടെ ഉഗ്രമായ തേജസ്സിൽ ലോകം കത്താൻ പോകുന്നു. അല്ലയോ ദേവശ്രേഷ്ഠ, അങ്ങയ്ക്ക് നമസ്കാരം. പ്രസാദിച്ചാലും ഉഗ്രരൂപനായ അങ്ങ് ആരെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എല്ലാത്തിനും ആദിമനായ അങ്ങയെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിയും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്രകാരം പറഞ്ഞ് പാർത്ഥൻ ശ്രീ ഭഗവാന്റെ മറുപടിക്കായി കാതോർത്തിരുന്നു.